ഇസ്രയേലിലെ ജനങ്ങൾ ഇന്നലെ പരിഭ്രാന്തിയിലായിരുന്നു. ഇറാൻ ഒന്നിനു പിറകെ ഒന്നായി മിസൈലുകൾ തൊടുക്കുന്നു. അതായത് ഹമാസിനെ ഇസ്രയേൽ ആക്രമിച്ച ശേഷം കഴിഞ്ഞ ഏപ്രിൽ ഇറാൻ ഇതുപോലെ റോക്കറ്റ് ആക്രമണം നടത്തി. ഇപ്പോൾ വീണ്ടും ഈ വർഷം തന്നെ ഇത് രണ്ടാം തവണ. അപ്പോൾ ഇറാൻ എന്താണ് ലക്ഷ്യം വെക്കുന്നത്? ഈ ഇസ്രായേലിലെ ജനങ്ങൾ പരിഭ്രമിച്ചു എന്നുള്ളത് നമ്മുടെ തോന്നൽ മാത്രമാണ്. അവർക്കൊരു പരിഭ്രമവുമില്ല. കാരണം അവരുടെ നിത്യജീവിതത്തിലെ ഒരു സംഭവമാണ് മിസൈൽ, ബോംബ്, അത് ഇതൊക്കെ അവർക്ക് വലിയ കാര്യമില്ല. അത് വന്നാൽ എന്ത് ചെയ്യണമെന്ന് അവർക്കറിയാം. ഇസ്രായേൽ മൊത്തം ഈ ബങ്കർ കുഴിച്ചിട്ടുണ്ട്. അവർ ആ സൈറൺ മുഴക്കിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് സാധാരണ ജനങ്ങൾക്കറിയാം. പിന്നെ അവരുടെ അയൺ ഡോമിൽ അവർക്കിപ്പോഴും വിശ്വാസമുണ്ട്. കഴിഞ്ഞ ഒക്ടോബർ 7 അവർക്കൊരു തോൽവി സംഭവിച്ചു, ശരി. പക്ഷേ അതവർ റെക്ടിഫൈ ചെയ്തിട്ട് ഇപ്പോൾ ദാറ്റ് ഈസ് ഇൻടാക്റ്റ്. ഇന്നലെ ഇസ്രായേൽ പറയുന്നത് 180 മിസൈൽ അയച്ചു എന്നാണ്. അൺകൺഫേംഡ് റിപ്പോർട്ടുണ്ട് 400 മിസൈൽ ഇറാനിൽ നിന്ന് പോയിട്ടുണ്ടെന്നല്ലേ. എന്തുമായിക്കോട്ടെ, ആകെ 2 മിസൈലാണ് നിലം തൊട്ടത്. അത് തന്നെ ഭാഗ്യവശാൽ ഇസ്രായേലിൽ ജനവാസം ഇല്ലാത്ത സ്ഥലത്തായിരുന്നു. അപ്പോൾ ബാക്കി എല്ലാം തന്നെ ഈ അയൺ ഡോം വഴി അവർ പ്രതിരോധിച്ചു. പിന്നെ കുറേ അധികം അമേരിക്കയും സഹായിച്ചു. നമ്മൾ കണ്ടതാണല്ലേ ഇന്നലെ രാത്രി ആകാശ കാഴ്ച. തൃശ്ശൂർ പൂരം പോലെ നല്ല രസമായിരുന്നു. ഈ വന്നുകൊണ്ടിരിക്കുന്ന സാധനം ഇടയ്ക്ക് വെച്ച് പൊട്ടിത്തെറിക്കുന്നു. ഇങ്ങനെ ഒരെണ്ണം പോലും നിലം തൊടുന്ന ഒരു കാഴ്ച, ഒരിടത്ത് സ്ഫോടനം ഉണ്ടാകുന്ന കാഴ്ച ഒന്നും ഉണ്ടായില്ല. ഇസ്രായേലിലെ ജനങ്ങൾക്ക് പേടി എന്ന് പറഞ്ഞൊരു വികാരമില്ല. അല്ലെങ്കിൽ കുറേ കാലമായിട്ട് പേടിച്ച് പിന്നെ അത് ഇല്ലാതെയാകുമല്ലോ. എപ്പോഴും പേടിയായി കഴിഞ്ഞാൽ പിന്നെ പേടിയില്ല എന്നുള്ള അവസ്ഥ. അതുകൊണ്ട് അവരെ സമയത്തോളം അവർ ലക്ഷ്യബോധത്തിൽ നിന്ന് മാറില്ല. അവരിപ്പോൾ ഇറാനെ തിരിച്ചടിക്കാനും പോകുന്നില്ല. ഇല്ല, അവർ ഹിസ്ബുള്ളയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഹിസ്ബുള്ളയെ തകർത്തിട്ട് പിന്നെ ഇറാനെ നോക്കാം. ഇപ്പോൾ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. ഇറാൻ ചെയ്തത് വലിയ മിസ്റ്റേക്കായിപ്പോയി. ചെവിയിൽ നുള്ളിക്കോ, ഞങ്ങളിവിടെ ഉണ്ട്, പക്ഷേ ഇവനെ ഞങ്ങളൊന്ന് തീർക്കട്ടെ. ഇതാണ് ഇസ്രായേലിൻ്റെ സ്ട്രാറ്റജി അല്ല. അവർ അങ്ങനെ ഈ ഹമാസിൻ്റെ ഏകദേശം നട്ടെല്ലൊടിച്ചു. അത് കഴിഞ്ഞിട്ടാണ് അവർ ഹിസ്ബുള്ളയെ കയറി പിടിച്ചത്. അതുവരെ ഹിസ്ബുള്ള ഇടയ്ക്കിടയ്ക്ക് അവരെ ഉപദ്രവിച്ചു. അവർ കാര്യമായിട്ടൊന്നും ചെയ്തില്ല. ഇടയ്ക്കൊന്ന് 1-2 മിസൈൽ അയച്ചു, പിന്നെ മിണ്ടാതിരുന്നു, അങ്ങനെ അങ്ങ് വിട്ടു. പിന്നെ ഹമാസ് ഏകദേശം തീർന്നു എന്നുള്ള അവസ്ഥയായി കഴിഞ്ഞപ്പോഴാണ് അവർ ഹിസ്ബുള്ളയോട് പകരം ചോദിക്കാൻ ഇറങ്ങിയത്. അപ്പോൾ പക്ഷേ ടി ജി, നമ്മൾ ഇത്രയും കാലം വിലയിരുത്തിക്കൊണ്ടിരുന്ന ഒരു ഇസ്രായേൽ പൊളിറ്റിക്സിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ടേൺ ഇപ്പോൾ കുറേ കാലമായിട്ട് അത് ഫോളോ ചെയ്യുന്നവർക്ക് തോന്നുന്നുണ്ട്. അതിപ്പോൾ നമ്മുടെ ഒരു സ്ഥിരം വാക്ക് പറഞ്ഞാൽ ഡിഫെൻസീവ് സ്റ്റാൻഡിൽ നിന്ന് ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു ഇസ്രായേൽ ഒഫൻസീവ് ആയിരിക്കും എന്നൊരു തോന്നൽ. ഉദാഹരണത്തിന് അവർ ചെയ്തിരിക്കുന്നത് ഞാൻ സൂക്ഷ്മമായിട്ട് ഇത് ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് തോന്നിയതാണ്. അത് ചില അനുകൂലമായ അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കുറേ വാർത്തകളൊക്കെ അവിടെയും ഇവിടെയും പല ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവർക്ക് ഹമാസ് ഒരു കൊല്ലമായി, ഒക്ടോബർ 7 അല്ലേ? അതെ, ഒക്ടോബർ 7 കഴിഞ്ഞ ഒക്ടോബർ 7 അവിടെ നുഴഞ്ഞു കയറിയ അവരുടെ ഈ സുരക്ഷാ വീഴ്ചയുണ്ടല്ലോ, അത് അവർ കറക്റ്റ് ചെയ്യുകയും ഈ പറഞ്ഞു സമ്പൂർണ്ണമായിട്ട് തടയുകയും അകത്ത് കയറിയവനെ മുഴുവൻ വകവരുത്തുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പുറത്ത് അടുത്ത അജണ്ട, അപ്പുറത്ത് ഹമാസിൻ്റെ താവളങ്ങളെ മുഴുവൻ തകർത്ത് കളയുക എന്നുള്ളതാണ്. അതിനവർ നോട്ടീസ് കൊടുക്കാൻ പോലും നിന്നില്ല. എവിടെ വിളിച്ചോ ഹമാസ് തീവ്രവാദികൾ, അവൻ ഗാസയിൽ പോയിട്ട് ആശുപത്രിയിൽ വിളിച്ചാൽ ആശുപത്രി തകർക്കാൻ, അങ്ങനെ ഈ സിവിലിയൻസിനെ കൂടി പരിഗണിക്കാതെ അവരെ നാമാവശേഷമാക്കുക എന്ന അജണ്ട എടുത്തു. രണ്ടാമത്, മൂന്നാമത്തെ ഘട്ടത്തിൽ ഇവർ ചെയ്തത് ഇസ്രായേലിന് അനുവദിച്ചു കൊടുത്ത അല്ലെങ്കിൽ UN അനുവദിച്ചു കൊടുത്ത അതിരുണ്ടല്ലോ, അത് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ലംഘിക്കാൻ തീരുമാനിച്ചു. ഇനി ഞങ്ങൾക്ക് ജോർഡാൻ റിവർ എന്ന ബോർഡർ ഇല്ല, ഞങ്ങൾക്ക് പലസ്തീൻ തന്നെ, ഞങ്ങളുടെ സങ്കല്പത്തിലുള്ള പലസ്തീൻ ഞങ്ങൾ സ്വന്തമാക്കും എന്ന് പറഞ്ഞിട്ട് ഈ പ്രദേശങ്ങളിലേക്കൊക്കെ ഇസ്രായേലി പൗരന്മാരെ പ്രഖ്യാപിച്ചുകൊണ്ട് കൊണ്ടുപോയി കുടിയിരുത്താൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ അവർ പലസ്തീൻ സ്വന്തമാക്കി എന്ന് പറഞ്ഞാൽ ആ അജണ്ട കുറെ കൂടി ഒഫൻസീവാണ്. നമ്പർ 2, ഹമാസിനെ ഇത്തരത്തിൽ ഹമാസിനെ വകവരുത്തുക മാത്രമല്ല, ഹമാസിൻ്റെ കൈവശമുള്ള ഭൂമി കൂടി പിടിച്ചെടുത്തിട്ട് കുറെ കൂടി ശക്തമായൊരു ഇസ്രായേൽ സ്ഥാപിക്കുക. നമ്പർ 2, ഹിസ്ബുള്ളയെ നേരിടാൻ പോയപ്പോൾ അവർ ചെയ്ത 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ തെക്കൻ ലെബനോണിൽ നിന്ന്
ഇസ്രായേലിലേക്ക് വന്നുകൊണ്ടിരുന്ന നിരന്തരമായ ശല്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ വടക്കൻ ഇസ്രായേലിൻ്റെ വടക്കൻ അതിർത്തിയിൽ താമസിച്ചിരുന്ന ആയിരക്കണക്കിന് മനുഷ്യരെ സുരക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് കുടിയൊഴിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്വീകരിക്കുന്ന സ്ട്രാറ്റജി രണ്ടാണ്. ഒന്ന്, അവരെ മുഴുവൻ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ തിരിച്ചുപോയി അവിടെ പാർക്കണമെന്ന് പറയുകയും പകരമെടുക്കുന്ന മറ്റൊരു സ്ട്രാറ്റജി അപ്പുറത്ത് ലെബനോൺ, തെക്കൻ ലെബനോണിൽ ഇവർക്ക് ശല്യമായിക്കൊണ്ടിരുന്ന മുഴുവൻ പേരെയും അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ നോട്ടീസ് കൊടുത്തു. മാറ്റി പാർപ്പിച്ചിരിക്കണം എന്ന് ലെബനോൺ ഗവൺമെൻറ്റിനോട്. ജനങ്ങൾക്ക് കൃത്യമായ നോട്ടീസ് ലഘുലേഖയും ഒന്നുകൂടി എനിക്ക് തോന്നുന്നു അതുവഴി ഒരു കാര്യം കൂടി സാധിക്കുന്നു. തെക്കൻ ലെബനോൺ ഇന്നല്ലെങ്കിൽ നാളെ ഇസ്രായേലിനോട് അറ്റാച്ച് ചെയ്യും എന്ന് വിശ്വസിക്കാനാണ് ഈ സാഹചര്യത്തിൽ എന്നെ നിർബന്ധിക്കുന്നത്. മൂന്നാമത്തെ കാര്യം കൂടി പറഞ്ഞ് ജിയുടെ കമൻറ്റ് വേണം എനിക്ക്. മൂന്നാമത്തെ കാര്യം, ഹൂത്തി തീവ്രവാദികളെ ഞങ്ങൾ നിലക്ക് നിർത്തും. ഇതൊക്കെ ആത്യന്തികമായി ഇറാൻ്റെ നേരെയാണ് ഈ സാധനം. ഹൂത്തി തീവ്രവാദികളെ നിലക്ക് നിർത്തും എന്ന് പറയുമ്പോൾ ഹൂത്തി തീവ്രവാദികൾ ഇപ്പോൾ വൻതോതിൽ തമ്പടിച്ചിരിക്കുന്നത് യമനിലാണ്. അറിയാലോ, യമൻ എന്ന് പറയുന്ന ഒരു ദരിദ്ര പാവപ്പെട്ട അറബ് രാജ്യമാണ്. ആ അറബ് രാജ്യം കഴിഞ്ഞ കുറേ കാലമായി ഭരണകൂടം പോലും ഇല്ലാത്ത അനാഥ രാജ്യമാണ്. ആ അനാഥ രാജ്യത്തെ സമ്പന്നന്മാരായ 3 അറബ് രാജ്യങ്ങൾ കൊത്തിയെടുത്ത് പങ്കുവച്ചിരിക്കുകയാണ്. ഹൂത്തികളെ ഉപയോഗിച്ച് ഇറാൻ പിടിച്ചു. ബാക്കി സൗദി അറേബ്യ ഇവരെ രക്ഷക്കെത്തി എന്ന വ്യാജേന സൗദി അറേബ്യ പിടിച്ചു. ബാക്കി ഈ UAE ചേർന്ന ഭാഗം അവരും പിടിച്ചു. 3 രാജ്യങ്ങൾ ചേർന്ന ഭാഗം വേർതിരിക്കുകയാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഹൂത്തികളെ നേരിടാൻ ഇസ്രായേൽ സേന എപ്പോഴാണ് എന്ന കാര്യത്തിൽ മാത്രമേ എനിക്ക് സംശയമുള്ളൂ. ഇസ്രായേൽ സേന യമനിൽ പ്രവേശിച്ചാൽ സംഭവിക്കാൻ പോകുന്നത് ഹൂത്തികളുടെ കയ്യിൽ, ഇറാൻ്റെ കയ്യിലുള്ള യമൻ മാത്രമല്ല, സൗദി അറേബ്യയും UAE കൈവശം വെച്ചിരിക്കുന്ന യമൻ കൂടി ഒരു പക്ഷേ ചെറുക്കാൻ ചെല്ലൂല ഈ 2 രാജ്യങ്ങൾ പല കാരണങ്ങളാൽ. ഒന്ന്, ഇസ്രായേലിന് ആവശ്യമുണ്ട്. 2, ഇസ്രായേലിന് ഭയമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ജിയോട് ചോദിക്കുന്നത്, ഇറാനെ അന്തിമമായി ആക്രമിക്കാൻ ഇന്നലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്ന് കണ്ട നെതന്യാഹു പറയുകയാണ്. ആരോട്? ഇറാൻ ജനതയെ നേരിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ ഞങ്ങളെ പഴയ പേർഷ്യക്കാരാണ്, നമ്മൾ കൂട്ടുകാരാണ്, നമ്മൾ സുഹൃത്തുക്കളാണ്. പക്ഷേ നിങ്ങളുടെ ഭരണകൂടം ഈ തീവ്രവാദികളെ സംരക്ഷിക്കുന്ന കാലത്തോളം ഭരണകൂടത്തെ ഞങ്ങൾക്ക് നേരിടേണ്ടി വരും. അപ്പോഴും നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കും. ആത്യന്തികമായി സമ്പന്നവും വിശാലവുമായ ഇറാൻ എന്ന അങ്ങനെയുണ്ടല്ലോ, വിഖ്യാതമായ പഴയ പേർഷ്യ കൂടി അറ്റാച്ച് ചെയ്യാമെന്ന് ഞാൻ പറയുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും അവരെ ഒരു വിധേയ രാജ്യമെങ്കിലും ആക്കാനുള്ളൊരു അജണ്ട കൂടി ഇസ്രായേലിന് ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് പുതിയ ഒരു ലോകത്ത് നമ്മൾ കാണാൻ പോകുന്നൊരു പക്ഷേ ഈ നൂറ്റാണ്ടിൽ അതിൻ്റെ ടൈം ഷെഡ്യൂളൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ. രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലക്ക് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ തോന്നുന്നത് ഇപ്പോൾ നടക്കുന്നത് ഇസ്രായേലിൻ്റെ ഡിഫെൻസീവ് മെക്കാനിസം അല്ല, ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഒരു എക്സ്റ്റെൻസീവ് മെക്കാനിസമാണ്. ആ രാജ്യത്തെ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഒരു വിപുലീകരണ ഒരു കൊച്ചു രാജ്യം, നിലനിൽപ്പിന് വേണ്ടി 75 കൊല്ലമായി പൊരുതിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം, ഞങ്ങളെ മക്കളെ രക്ഷിക്കണേന്ന് വിലപിച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യം, ലക്ഷക്കണക്കിന് മനുഷ്യരെ ജൂതനായി പിറന്നു എന്ന ഒറ്റ കാരണത്തിന് കൂട്ടക്കൊല ചെയ്യപ്പെട്ടതിൽ നിന്ന് പാഠം പഠിച്ചൊരു രാജ്യം, ടി പറഞ്ഞതുപോലെ എന്നും യുദ്ധം കണ്ട് വളർന്നൊരു രാജ്യം ഇനി ചിലത് ലോകത്തെ പഠിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു ഇസ്രായേൽ ഇമ്പീരിയലിസം, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഒരു അധിനിവേശ കാലം ലോകം കാണാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ടി എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നത്? ഇല്ല, അത് വളരെ അതിശയോക്തിപരമായ ഒരു വിലയിരുത്തലായിട്ട് എനിക്ക് തോന്നുന്നു. അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ ഇസ്രായേൽ ഇപ്പോൾ ചെയ്യുന്നത്, നെതന്യാഹു യുണൈറ്റഡ് നേഷൻസിൽ പറഞ്ഞല്ലോ, നിങ്ങൾ ഒരുപാട് പ്രമേയങ്ങൾ പാസ്സാക്കി, അത് ഞങ്ങളനുസരിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടി? അപ്പോൾ യുണൈറ്റഡ് നേഷൻസിൻ്റെ പ്രമേയം അനുസരിച്ചാണ് ഒരു ബഫർ സോൺ ലെബനോനും ഇസ്രായേലിനും ഇടയ്ക്ക് 40 കിലോമീറ്റർ വരുന്നൊരു ബഫർ സോൺ. അത് ഇസ്രായേൽ തെക്കോട്ട് ഒതുങ്ങിക്കൊടുത്തതാണ്. ഇസ്രായേൽ സ്ഥലം വിട്ടുകൊടുത്തു. ഇസ്രായേലിൻ്റെ ഭാഗമായിരുന്ന സ്ഥലത്ത് നിന്ന് ഇസ്രായേൽ വെക്കേറ്റ് ചെയ്തു. അവിടത്തേക്ക് ലെബനൻ കയറി വരികയും ചെയ്തത്. അതാണ് ബഫർ സോൺ. ഈ ബഫർ സോൺ ഉണ്ടാക്കിയിട്ട് ഈ പ്രശ്നം തീർന്നോ? തീർന്നില്ലല്ലോ. ഇപ്പോഴും ബഫർ സോണിനപ്പുറത്ത് നിന്ന് ഹിസ്ബുള്ള ഞങ്ങളെ അടിച്ചുകൊണ്ടിരിക്കുന്നു. ബഫർ സോണിന് തെക്കോട്ടുള്ള സ്ഥലത്ത് താമസിക്കുന്ന 60,000 കുടുംബങ്ങളെ ഞങ്ങൾക്ക് വീണ്ടും തെക്കോട്ട് മാറ്റി താമസിപ്പിക്കേണ്ടി വരുന്നു. ഒക്ടോബർ 7-ന് ഹമാസ് ഞങ്ങളെ അടിച്ചു. ഹിസ്ബുള്ള എന്തിനാണ് അതിൽ തലവെച്ചത്? ഹിസ്ബുള്ളയ്ക്ക് എന്താ കാര്യം? ഹിസ്ബുള്ള പലതവണ ഞങ്ങളെ ആക്രമിച്ചു. ഞങ്ങൾ അയൺ ഡോം വെച്ചത് തടഞ്ഞു.
ഒന്നോ രണ്ടോ തവണ ഒരു സാമ്പിളായിട്ട് ഞങ്ങളൊന്ന് തിരിച്ചടിച്ചു, മിണ്ടാതിരിക്കുക, നീ ഇതിലിടപെടാതെ എന്ന് പറഞ്ഞു. ഹിസ്ബുള്ള കേട്ടില്ല. ഇതിൽ കൂടുതൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇനിയിപ്പോൾ ഞങ്ങൾ ഹിസ്ബുള്ളയെ അടിക്കും. പക്ഷെ ഞങ്ങളൊരു കാര്യം ചെയ്തു. ഹമാസ് ഞങ്ങളുടെ രാജ്യത്തിനുള്ളിലെ ഒരു തീവ്രവാദ സംഘടനയാണ്. അവർക്ക് ലോക്കൽ സപ്പോർട്ടുണ്ട്. മിക്കവാറും ഗാസയിലുള്ള ഭൂരിപക്ഷം മുസ്ലിങ്ങളും ഹമാസ് തീവ്രവാദികളാണ്. ഉണ്ടാവാമില്ലായിരിക്കാം, ബട്ട് സിമ്പതൈസേഴ്സാണ്. അതുകൊണ്ടും പിന്നെ ഇവർ വ്യാപകമായിട്ട് തുരങ്കം പണിഞ്ഞ അടിയിലൊക്കെ താമസിക്കുന്നതുകൊണ്ടും ഹോസ്പിറ്റലിനുള്ളിൽ കയറി താമസിക്കുന്നതുകൊണ്ടും ഞങ്ങൾക്ക് സിവിലിയൻസിനെ കൊല്ലേണ്ടി വന്നു. ഫലത്തിലത് ഞങ്ങളുടെ സിവിലിയൻസ് തന്നെയാണ്. ബട്ട് ഹിസ്ബുള്ളയുടെ കാര്യത്തിൽ ഞങ്ങളത് ചെയ്യുന്നില്ല. കാരണം നിഷ്കളങ്കരായ ലെബനീസ് പൗരന്മാർ മരിച്ചു. അതുകൊണ്ട് ഞങ്ങൾ ടാർഗറ്റഡ് അറ്റാക്കാക്കി മാറ്റി. അങ്ങനെയാണ് ഞങ്ങൾ പേജർ സ്ഫോടനം, വാക്കി ടോക്കി സ്ഫോടനത്തിലേക്ക് പോയത്. ഹിസ്ബുള്ളയെ മാത്രം, ഹിസ്ബുള്ളയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന സാധാരണക്കാരൻ മരിക്കരുത്. പിന്നെ ഹിസ്ബുള്ളയെ ഞങ്ങൾ കൊന്നു എന്ന് പറയുമ്പോൾ മരിച്ചതിൻ്റെ എണ്ണം കുറവാണ്, പരിക്കേറ്റവരാണ് കൂടുതൽ. കാരണം മരിക്കുന്നത് പട്ടാളത്തിന് ബാധ്യതയാകുന്നില്ല, പെട്ടിയിലാക്കി വീട്ടിലേക്ക് അയച്ചു കൊടുത്ത ജോലി തീർന്നു. ഈ പരിക്കേറ്റവർ വലിയൊരു ബാധ്യതയാണ്. അരക്കെട്ട് തകർന്നവർ, മുഖം തകർന്നവർ, നെഞ്ച് തകർന്നവർ മരിക്കുകയുമില്ല, ജീവിക്കുകയുമില്ല. ഇവരെ പട്ടാളത്തിന് വലിയൊരു ബാധ്യതയായിട്ട് കൊണ്ടു നടക്കേണ്ടി വരും. ഹിസ്ബുള്ളയുടെ ഏറ്റവും വലിയ ബാധ്യത ഈ പരിക്കേറ്റ ഹിസ്ബുള്ളക്കാരാണ്. കൊല്ലാതിരിക്കുന്നത് ഒരു സ്ട്രാറ്റജിയാണല്ലേ? അതെ. അപ്പോൾ അവർ പറഞ്ഞു കാലിബ്രേറ്റഡ് അറ്റാക്ക് ആൻഡ് കോൺസെൻട്രേറ്റഡ് അറ്റാക്ക്. അപ്പുറത്തോ ഇപ്പുറത്തോ ഒക്കെ നിൽക്കുന്നവർ എല്ലാവരെയും ചേർത്ത് ഒറ്റ ബോംബിട്ട് തീർക്കുക, അങ്ങനെയുള്ള കാടൻ പണിക്ക് ഞങ്ങൾ പോയില്ല. ഹിസ്ബുള്ളക്കാരെവിടെയാണ് എന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഹിസ്ബുള്ളയുടെ കമാൻഡർമാരുടെ മുഴുവൻ വോയിസ് സാമ്പിൾ ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട്. അയാൾ എവിടെ നിന്നെങ്കിലും ഏതെങ്കിലും ഡിവൈസ് വഴി ആരോടെങ്കിലും സംസാരിച്ചാൽ ആ ശബ്ദം ഇസ്രായേൽ പിടിക്കും. ഇപ്പോൾ തമാശയ്ക്കാണെങ്കിലും ഒരാൾ പറഞ്ഞു, ഇപ്പോൾ ഇറാനിലെ ഖമൈനിക്ക് വെള്ളം കുടിക്കാൻ പേടിയാണ്. കാരണം വെള്ളത്തിൻ്റെ ഗ്ലാസ് കുടിച്ചിട്ട് ആ ഗ്ലാസ് തിരിച്ചു വയ്ക്കുമ്പോൾ ടക്കെന്നൊരു, അപ്പോൾ ആ ഗ്ലാസിൻ്റെ അടിയിൽ കട്ടി ഗ്ലാസ് ഉണ്ടല്ലോ, എല്ലാ ഗ്ലാസിൻ്റെയും അടിവശം കട്ടിയായിട്ട് ഇതിനുള്ളിൽ സ്ഫോടക വസ്തു ഉണ്ടാവുമെന്നും ഈ പ്രഷർ വെച്ച് ഇത് പൊട്ടിത്തെറിക്കുമെന്നും ആരോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അങ്ങേരെ പേടിച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ ഇറാന് ഇതിലിടപെടാൻ ഒരു താല്പര്യമില്ല. ഇല്ലല്ല, സത്യമാണ്, ഇറാന് താല്പര്യമില്ല. പക്ഷേ ഖമേനിയുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. ഖമേനിയുടെ സ്വന്തമായ പട്ടാളമാണ് IRGC. പലരും തെറ്റിദ്ധരിക്കുന്ന പോലെ ഇറാൻ്റെ പട്ടാളമല്ല IRGC. അത് ശരി. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോർ, ഇത് ഖമേനിയുടെ സ്വകാര്യ പട്ടാളമാണ്. ഖുമൈനിയുടെ ആണോ ഇപ്പോഴത്തെ കാംനയുടെ? പുതിയ ആൾ ഖാംനെ, പുതിയ ആൾ. ആയത്തുള്ള ഖുമൈനി, പിന്നെ ആയത്തുള്ള ഖൽക്കലി, പിന്നെ ഉള്ള ആൾ ഖമൈനി. മറ്റേത് ഖൊമൈനി ആയിരുന്നു, ഇത് ഖമൈനി. അയാളാണ് ഇപ്പോഴുള്ളതെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി അയാൾ ഇപ്പം മകനോ വല്ലതും എണീറ്റ് വന്നുകൊണ്ടുണ്ടോ? എല്ലാവരും ഈ താടിയൊക്കെ ഉള്ളതുകൊണ്ട് കണ്ടാൽ ഏകദേശം ഒരുപോലെ ഇരിക്കുകയും ചെയ്യും. എന്ത് വാങ്ങിക്കൊണ്ട് ഈ പുള്ളിയുടെ സ്വകാര്യ സേനയാണ് IRGC. ഇറാൻ്റെ ഔദ്യോഗിക പട്ടാളമല്ലാതെ. പെഷസ്കിയാൻ മിണ്ടാതിരിക്കുന്നത് അതുകൊണ്ടാണ്. പ്രൈം മിനിസ്റ്റർ പെഷസ്കിയാന് ഒരക്ഷരം വേണ്ടിയിട്ടില്ലല്ലോ. ഇറാന് വാസ്തവത്തിൽ ഇതിൽ താല്പര്യമില്ല. മാത്രമല്ല ഇറാനിലെ ജനത ഈ ഏടാകൂടത്തിൽ തലവെക്കണം എന്നുള്ള അഭിപ്രായക്കാരല്ല. അല്ല, സ്ത്രീകൾക്ക് വലിയ പ്രാമുഖ്യമുള്ളൊരു സമൂഹമാണത്. അതുകൊണ്ടാണ് സ്ത്രീകൾ ആദ്യം കലാപം ഉണ്ടാക്കി, മുടി മുറിച്ചു, മുടി പുറത്ത് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് സ്ത്രീകളാണ് രംഗത്തിറങ്ങിയത്. എന്തുകൊണ്ട് അവിടെ എപ്പോൾ വേണമെങ്കിലും ഭരണകൂടത്തിനെതിരെ ഒരു വിപ്ലവം ഇറാനിൽ ഉണ്ടാവാം. ആഭ്യന്തരമായ ഇഷ്യൂസ്. ഈ മനുഷ്യൻ ഖമേനി എന്ന് പറയുന്ന ആളിന് വയസ്സാകുകയും ചെയ്തു. അതിനു മുമ്പേ പുള്ളിയുടെ ഒരു വാശിക്ക് ഇതങ്ങ് തിരിച്ചടിച്ചു എന്ന് വരുത്തണം. അതാണ് ഇന്നലെ ചെയ്തിരിക്കുന്നത്. ഇസ്രായേൽ പറഞ്ഞു ചെവിയിൽ നുള്ളിക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇസ്രായേൽ തിരിച്ചെന്തെങ്കിലും ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. തൽക്കാലം ഇറാനെ വെറുതെ വിടാനാണ് സാധ്യത. അമേരിക്കയാണെങ്കിലും പറയും അത് വേണ്ട, അവിടെ അല്ലെങ്കിൽ തന്നെ അത് കൊളാപ്സ് ആയി. പക്ഷേ ലേറ്റസ്റ്റ് അമേരിക്കയുടെ സ്റ്റാൻഡ് മാറിയിരിക്കുന്നു. കണ്ടില്ലേ, അമേരിക്ക ഇതുവരെ സീസ് ഫയർ ഒക്കെ പറഞ്ഞിട്ട് ഇസ്രായേലിൻ്റെ പിന്നാലെ നടന്നതാണ്. ഇന്നലെ ബൈഡൻ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു ഇസ്രായേലിനെ. ഒരു ക്രിട്ടിക്കൽ മൊമെൻറ്റിൽ അമേരിക്ക അത് ചെയ്യും എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇസ്രായേൽ തിരിച്ചടിക്കാൻ, ഇറാനെ തിരിച്ചടിക്കാൻ പോകുമ്പോൾ അമേരിക്ക ഈ ചോദ്യം ചോദിക്കും, എന്തിനാണ് ഈ തിരിച്ചടിക്കുന്നത്? അവൻ്റെ അടി കൊണ്ടുപോലുമില്ല. പിന്നെ വെറുതെ തിരിച്ചടിക്കാൻ പോയിട്ട് വഴക്കുണ്ടാക്കുന്നത് എന്തിനാ?
ഇറാനിൽ താമസിയാതെ ഒരു റെജീം ചേഞ്ച് ഉണ്ടാകും. ഇറാനിലൊരു വിപ്ലവം ഉണ്ടാവും അല്ലേ? ജനങ്ങളുടെ പുതിയ ജനകീയ വിപ്ലവം വരും. ജനകീയ വിപ്ലവം യഥാർത്ഥ അത് ഇറാൻ അവർ വിപ്ലവം. തന്നെ ചെയ്തോളും. Yes. അതിനുള്ള എന്തെങ്കിലും സഹായം നമ്മൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ അമേരിക്ക മിടുക്കന്മാരാണില്ല. അവർ തന്നെ എന്തെങ്കിലും ചെയ്തോളും. നീ അതുമായിട്ട് ഒരു മേജർ വാറിലേക്ക് പോകണ്ട. നിനക്കിപ്പോൾ ആവശ്യം എന്താ? ഈ 3H ഇതാണല്ലേ തലവേദന. ഹൂതി, ഹമാസ്, ഹിസ്ബുള്ള. 3H എന്നാണ് അല്ലേ അവർ വിളിക്കുന്നത്. അപ്പോൾ ഇവർ തൽക്കാലത്തേക്ക് ഇപ്പോൾ ഹിസ്ബുള്ളയെ കൂടെ തീർക്കുക, അത് കഴിഞ്ഞാൽ ഹൂത്തിയെ തീർക്കുക, തലവേദന കഴിഞ്ഞു. അവിടെ അവസാനിപ്പിക്കും. ഇതൊന്നും എറ്റേണലി തീരാൻ പോകുന്നില്ല. പിന്നെയും ചില്ലറ സംഭവങ്ങളുണ്ടാവും. ബട്ട് ബൈ ആൻഡ് ലാർജ് നമുക്ക് പീസ്ഫുള്ളായിട്ട് കഴിയാം. ഇറാനെ കയറി ആക്രമിച്ചു കഴിഞ്ഞാൽ അതൊരു വെച്ചാൽ ഈ നോൺ സ്റ്റേറ്റ് പ്ലെയേഴ്സിനെ ആക്രമിക്കുന്ന പോലെയല്ല സ്റ്റേറ്റ് പ്ലെയേഴ്സിനെ ആക്രമിക്കുന്നത്. ഇറാൻ ഒരു രാജ്യമാണ്. ഹൂത്തി രാജ്യമല്ല, ഹമാസ് രാജ്യമല്ല, ഹിസ്ബുള്ള രാജ്യമല്ല. അപ്പോൾ സ്റ്റേറ്റ് പ്ലെയേഴ്സും നോൺ സ്റ്റേറ്റ് പ്ലെയേഴ്സും ഉണ്ട്. നോൺ സ്റ്റേറ്റ് പ്ലെയേഴ്സിനെ നമുക്ക് എത്ര ക്രൂരമായിട്ടും നേരിടാം. ജെയ്ഷെ മുഹമ്മദ് ഇവരെയൊക്കെ നേരിടുന്ന പോലെ നമുക്ക് പാകിസ്ഥാനെ നേരിടാൻ പറ്റുമോ? പാകിസ്ഥാനെ നേരിടുമ്പോൾ അതിന് വേറൊരു ഡയമെൻഷനാണ്. സ്റ്റേറ്റ് പ്ലെയറാണ്, മറ്റേത് നോൺ സ്റ്റേറ്റ് പ്ലെയർ. ഈ രണ്ടുപേരും ചെയ്യുന്ന ഉപദ്രവം ഒന്ന് തന്നെയാണ്. ബട്ട് ഇവൻ നോൺ സ്റ്റേറ്റ് പ്ലെയറാണ്. ഇപ്പോൾ ഇസ്രായേലിൻ്റെ യുണൈറ്റഡ് നേഷൻസിലെ പോയിന്റ് എന്താ? നിങ്ങളുടെ പ്രമേയം ഒരു സ്റ്റേറ്റ് പ്ലെയറും ഒരു നോൺ സ്റ്റേറ്റ് പ്ലെയറും ചേർന്ന ഒരു കോൺഫ്ലിക്റ്റിലാണ് നിങ്ങളുടെ പ്രമേയം. അതനുസരിക്കാൻ സ്റ്റേറ്റ് പ്ലെയറിന് ബാധ്യതയുണ്ട്, നോൺ സ്റ്റേറ്റ് പ്ലെയറിന് ബാധ്യതയില്ല. ഹമാസ് എന്ന് പറയുന്നതോ ഹിസ്ബുള്ള എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസിലെ മെമ്പർ അല്ലല്ലോ. നിങ്ങൾ എന്ത് പ്രമേയം പാസ്സാക്കിയാലും അവർക്ക് ബാധകമല്ല, എനിക്ക് ബാധകമാണ് തന്നെ. ഇതെന്ത് ന്യായം എന്നാണ് ഇസ്രായേൽ ചോദിക്കുന്നത്. ശരി TG, പക്ഷേ അതിനകത്തൊരു ക്വസ്റ്റ്യൻ വരുമല്ലോ. ഈ ലെബനോൺ കേന്ദ്രമാക്കി നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ തിരിച്ച് തെക്കൻ ലെബനോണെ ആക്രമിക്കുമ്പോൾ ലെബനോൺ എന്ന രാഷ്ട്രത്തിന് ഒരു സ്റ്റാൻഡ് എടുക്കേണ്ടി വരില്ലേ? അതുപോലെ തന്നെയല്ലേ ഇപ്പോൾ ഹൂത്തികളെ ആക്രമിക്കാനെന്ന വ്യാജാന യമനിലേക്ക് ചെല്ലുമ്പോൾ ലെബനനെ ആക്രമിക്കുന്നില്ല. ലെബനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എന്താ, നേരത്തെ അവർ 40 കിലോമീറ്റർ തെക്കോട്ട് പോയിരുന്നു ഇസ്രായേൽ. ആ 40 കിലോമീറ്റർ അവർ കയറി വരുന്നു, ബഫർ സോൺ ഇല്ലാതെയാകും. ഇത്രയല്ലേ ഉള്ളൂ. ലെബനെ സമയത്തോളം 1 ഇഞ്ച് ഭൂമി നഷ്ടപ്പെടുന്നില്ല. ലെബനനും ഇസ്രായേലും തമ്മിൽ ഒഫീഷ്യലി വഴക്കുമില്ല. അവർ ധാരണയായിരിക്കും. ലെബനന്റെ കാര്യം മഹാ കഷ്ടമാണ്. സത്യം പറഞ്ഞാൽ കേരളത്തിലെ ക്രിസ്ത്യാനികൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ലെബനന്റെ ചരിത്രമാണ്. ലെബനനാണ് 1985 വരെ ക്രിസ്ത്യൻ രാജ്യമായിരുന്നു ലെബനൻ. അതെ അതെ. ലെബനനാണ് ആദ്യമായിട്ട് വിശാല ഹൃദയം എന്ന് പറഞ്ഞിട്ട് ഈ വഴിയപ്പവനെ മുഴുവൻ രാജ്യത്തേക്ക് കയറ്റി. 5 വർഷം കൊണ്ട് 91 ആയി കഴിഞ്ഞപ്പോൾ ഹിസ്ബുള്ള ഫോം ചെയ്തു. അവിടെ വെച്ചിട്ടാണ് ക്രിസ്ത്യാനികൾക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. ഡെമോഗ്രഫി ചേഞ്ചായി. ഇപ്പോൾ ക്രിസ്ത്യാനികൾ അവിടെ ഉണ്ടോ എന്നും ഭൂതക്കണ്ണാടി വെച്ച് നോക്കണം ലെബനിൽ. അന്ന് ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി ഇംഗ്ലണ്ട് ഇവരാരും തന്നെ അഭയാർത്ഥികളെ എടുക്കാത്ത കാലം. ലെബനാണ് ആദ്യമായിട്ട് ഞാൻ യേശു ക്രിസ്തു ആണെന്ന് പറഞ്ഞ് വാതിൽ തുറന്നു കൊടുത്തു. കഴിഞ്ഞ കഥ. എന്നിട്ടും ഫ്രാൻസിനോ ഇറ്റലിക്കോ ജർമ്മനിക്കോ ഇംഗ്ലണ്ടിനോ മനസ്സിലായില്ല. അവരും കയറ്റിയപ്പോൾ അവരും കുഴപ്പമില്ല. താമസിയാതെ യൂറോപ്പ് എന്നുള്ളതിൻ്റെ പേര് യുറേബിയ എന്നാക്കി മാറ്റേണ്ടി വരും. അതാണ് അവസ്ഥ. നിലവിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം പറയാണ് ഞങ്ങൾ താൽക്കാലികമായ ഒരു വെടിനിർത്തൽ, അന്താരാഷ്ട്ര സമ്മർദ്ദമൊക്കെ ഉള്ളതുകൊണ്ടെന്ന് പറഞ്ഞിട്ട് അവർ തൽക്കാലം ഇതിന് രക്ഷപ്പെടുമായിരിക്കും. പക്ഷേ ഇസ്രായേൽ തിരിച്ചടിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നമുക്ക് വരും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കാത്തിരിക്കാമെന്ന് പ്രതീക്ഷിക്കാം. ഇസ്രായേൽ തിരിച്ചടിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ കുടിക്കുന്ന വെള്ളം വെച്ചോ എടുക്കുന്ന ഫോൺ വെച്ചോ ഒക്കെ ആയിരിക്കും എന്നേ ഉള്ളൂ. അല്ലാതെ ഈ മിസൈൽ പരിപാടി നടത്തില്ല. പരമ്പരാഗത രീതിയിലുള്ളൊരു യുദ്ധമാണ്. ആ കറക്റ്റ് ആളിനെ അങ്ങോട്ട് എലിമിനേറ്റ് ചെയ്യുക. ബാക്കി വെറുതെ നാട്ടുകാരെയൊക്കെ എന്തിനാ തല്ലുന്നത്? ശരി, എന്തായാലും നമുക്ക് ഇന്നത്തെ ദിവസം വളരെ നിർണായകമാണ്. തിരിച്ചടിക്കുമെന്ന് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് കാത്തിരിക്കാം അല്ലേ? ഇനി നമുക്ക് കണ്ടിട്ട് സംസാരിക്കാമല്ലോ അതിനനുസരിച്ച്. ഓക്കെ, നന്ദി ടീച്ചർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.